കുരിശെന്നത് അപമാനത്തിൻ്റെ അടയാളമല്ല, മറിച്ച് കരുണയുടെ ഉറവയാണ്. പാപത്താൽ അനാഥരായ നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന കരുണയുടെ കവാടമാണത്. കുരിശിൽ വിരിഞ്ഞ ക്ഷമയും കരുണയും ലോകത്തിലെ സകല പാപികളെയും പ്രത്യാശയിലേക്ക് നയിക്കുന്നു. മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരും കുരിശിന്റെ ചുവട്ടിൽ സമാധാനം കണ്ടെത്തുന്നു. ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ സ്നേഹത്തോടെ പുൽകാൻ നമുക്ക് സാധിക്കണം. നമ്മെ ഒരിക്കലും അനാഥമാക്കാത്ത ആ കുരിശ് നമ്മുടെ നിത്യമായ രക്ഷയുടെ അടയാളമാണ്. ദൗർബല്യമല്ല, ശക്തിയാണ് കുരിശ്. ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ച പൗലോസ്ലീഹായ്ക്ക് ദൈവത്തിൻ്റെ ജ്ഞാനമായിരുന്നു കുരിശ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അനാഥത്വത്തിൻ്റെ ആഴമറിഞ്ഞവന് ഒറ്റപ്പെടലുകളിൽ ആശ്രയമാണ് കുരിശ്. ജീവിതം അനാഥമാകുന്ന വേളകളിൽ മനസ്സിനെ പ്രത്യാശാഭരിതമാക്കി മാറ്റുന്ന കുരിശെ നമിക്കുന്നു. നിന്നിൽ ആശ്വാസവും ശക്തിയും ഞങ്ങൾ കണ്ടെത്തട്ടെ. കുരിശിൻ്റെ വിരിമാറിൽ ഞങ്ങൾ വിലയം കൊള്ളട്ടെ.